എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. സ്നോവൈറ്റ് കുക്കുംബറിന്റെ ചെറിയ വിളവെടുപ്പാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മ സ്നോവൈറ്റ് കുക്കുംബർ പൂവിടണ സമയത്ത് കായ പിടിക്കാനൊക്കെ ആയിട്ട് നമ്മ വിഷമിനാസിഡൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ സ്നോവൈറ്റ് കുക്കുംബർ എന്ന് പറഞ്ഞാൽ കണ്ട ഇതേപോലെയാണ് ഇരിക്കണത്. ഒരു നല്ല വൈറ്റ് കളറ്, നല്ലൊരു കളറൊക്കെയാണ്. കുറച്ചുകൂടെ വലിപ്പമൊക്കെ വെക്കും. നമ്മിപ്പോ ഇത് ഗ്രോ ബാഗിൽ നട്ടിട്ട് അധികം വലിയ പരിചരണങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഈ സ്നോവൈറ്റ് കുക്കുംബർ എന്ന് പറഞ്ഞാല്. അപ്പൊ കുക്കുംബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ് കുക്കുംബർ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് കുക്കുംബറിന്റെ ജ്യൂസൊക്കെ കുടിക്കണത് ഏറ്റവും നല്ലതാണ്. അപ്പൊ നമുക്കിത് അതിന് സലാഡായിട്ട് ഉപയോഗിക്കാം, കറിയൊക്കെ വെച്ച് ഉപയോഗിക്കാം. അപ്പൊ നമുക്കറിയാലോ, നമ്മ കടകളിൽ നിന്നാണ് കുക്കുംബറൊക്കെ മേടിച്ച് കഴിക്കണത്. അപ്പൊ കടകളിലത്തെ കുക്കുംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല മരുന്നടിച്ച് വന്നാണ് ഈ കുക്കുംബറിലൊക്കെ, പ്രത്യേകിച്ച് കുക്കുംബറിലൊക്കെ മരുന്ന് വീണ് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്ന് എന്തോരം നമ്മ കഴുകിയിട്ടും കാര്യമൊന്നുമില്ല, പോകൂല. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു 5 ബാഗിലെങ്കിലും നമ്മ കുക്കുംബറൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി വിളവെടുക്കാം. നമുക്ക് പച്ചക്ക് കഴിക്കാനൊക്കെ നല്ലതാണ് ഈ കുക്കുംബർ. അപ്പൊ നമുക്കിതൊന്ന് വിളവെടുക്കാം. വേണ്ട, നമുക്ക് ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയതാണ് കേട്ടോ കുക്കുംബർ. അപ്പൊ നമുക്ക് കുക്കുംബർ വിളവെടുക്കാം. അപ്പൊ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പൊ കണ്ട ഇതേപോലെയാണ് ഇരിക്കണത്. ഇപ്പൊ കണ്ട ഇതിന്റെ ഉള്ളിൽ നിറച്ച് സീഡൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ വീട്ടിൽ നിന്നുള്ളത് കൊണ്ട് പിന്നെ നമ്മ യാതൊരു മരുന്നുകളൊന്നും അടിക്കാത്തതുകൊണ്ട് നമുക്കിത് പറിച്ച വടിയൊക്കെ കഴിക്കാം, കഴുകണമെന്നൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. നമുക്ക് ജ്യൂസൊക്കെ ആക്കി കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും കുക്കുംബറിന്റെ സീഡൊക്കെ മേടിക്കാൻ കിട്ടും. നമുക്ക് വിത്തുകൾ വിൽക്കണോടത്തുനിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ കുക്കുംബറിന്റെ സീഡൊക്കെ നമുക്ക് നേരിട്ട് ബാഗ് മുളപ്പിച്ചാൽ മതി. കുക്കുംബർ എവിടെയാണ് നടാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ നമ്മ അടിവളം ഇട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് വിത്ത് തലേ ദിവസം നമ്മ വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. വിത്ത് തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമ്മ രാവിലെ തന്നെ നട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പൂടണതാണ് കുക്കുംബർ. കണ്ടു ഇപ്പൊ ഇവിടെ നമ്മ താഴേന്നല്ല ഇത് വിളവെടുത്തത്, വേഗം തന്നെ പൂടണ ഒരു വിളയാണ് കുക്കുംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ ഒരു 2 ആഴ്ച ഇടവിട്ടിട്ട് എന്തെങ്കിലും സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പ്രത്യേകിച്ച് പുഴുക്കളുടെ ശല്യവും കീടങ്ങളുടെ ശല്യമൊക്കെ കൂടുതലാണ് ഈ കുക്കുംബറിന്. നമ്മ എപ്പോഴും 2 ആഴ്ചയിൽ ഒരിക്കൽ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക, വിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുക, സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതൊരു 2 ആഴ്ച ഇടവിട്ട് മാറി മാറി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല. നമ്മ കീടങ്ങളൊക്കെ വന്ന ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ചെടി അപ്പത്തിന് നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കീടങ്ങൾ വന്നേക്കുമ്പോൾ നമ്മ ചെടി നടുമ്പോൾ തന്നെ ചെടിനെ പരിചരിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ നമ്മുടെ വീട്ടിൽ എല്ലാവരും കുക്കുംബറൊക്കെ കൃഷി ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.